കിലോമീറ്ററുകളും മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെ മലയോരങ്ങളിൽ കൂടെയുള്ള ഡ്രൈവുകൾ കാണുവാൻ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും. ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് പ്രാഗിലേക്കാണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് പോകുന്നത് നമ്മൾ ഒരു പ്രാവശ്യം പോയിരുന്നതാണ് 2 വർഷം മുമ്പ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ബോർഡറാണ്, നമുക്കൊരു 3 മണിക്കൂർ കഷ്ടമുള്ളൂ ട്രാവൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോണ വഴിയിലാണെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ സ്നോ ആയിരുന്നു. സ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്നോ ആയിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ട നല്ല രസമില്ലേ സ്നോ ഒക്കെ വീണ് കിടക്കുന്നത് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ബോർഡർ നമ്മുടെ പ്രാഗും ജർമ്മനും തമ്മിലുള്ള ആ ബോർഡർ, ആ ഒരു ഇതിൽ മാത്രം ഇത്രയും സ്നോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര സ്നോ ആയിരുന്നു. അപ്പം നമ്മളും വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അങ്ങനെ നമ്മൾ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. അവർ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. ആ പോണതാണ് നമ്മുടെ കൂടെയുള്ള വേറൊരു ഫാമിലിയും കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇറ്റലി തൊട്ടുള്ള പരിചയമാണ് കേട്ടോ. അവരായിട്ട് ഇറ്റലി തൊട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2 ഫാമിലിയും കൂടെ ഒരുമിച്ച് ഇതേ പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. ഈ സ്നോയൊക്കെ വീണ് കിടക്കണ നല്ല രസമില്ല. എനിക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും, കാര്യം സ്നോയെ നമ്മളെപ്പോഴും കാണുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓട്ടം സീസണിൽ എല്ലാ ഇലകളും മഞ്ഞയും ഓറഞ്ചായിട്ട് ഇരിക്കണത് നമ്മളിപ്പോൾ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്നോ വീഴുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യവും കാണുന്നത് തന്നെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലല്ലേ, നല്ലൊരു പോസിറ്റീവ് അല്ലേ. എനിക്ക് ഈ സ്നോയും പിന്നെ ഈ യെല്ലോ കളറിലൊക്കെ ഇരിക്കണം മരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആകെ എനിക്ക് വിൻ്ററിൽ ഇഷ്ടമല്ലാത്തത് ഏത് നേരം ഇങ്ങനെ ഇരുട്ടായിട്ട് ഇങ്ങനെ ഒരു മൂടിയ കാലാവസ്ഥയായിരിക്കും. അത് മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് വിൻ്ററിൽ. ബാക്കി എന്തുകൊണ്ടും സ്നോ എന്തും അങ്ങനത്തെ ഇതൊക്കെ രസമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഫുൾ സ്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്നോ ആയിരുന്നു കേട്ടോ. Just happened. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. My neighbors compete to see who can put up more blinding lights. The kids all wish away the month 'cause they want presents in sight. This year had me so mad. I've been bad, got cold at. ബോർഡറും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനെ ഇട്ടാ വെയിലായി, നല്ലൊരു ക്ലൈമറ്റായിട്ടാണ്. തണുപ്പുണ്ടെങ്കിലും നമ്മുടെ സ്നോയൊക്കെ പോയി വെയിലയക്കണ ഒരു ക്ലൈമറ്റായിട്ട് നമ്മൾ കറക്റ്റ് അങ്ങോട്ട് കിടന്നപ്പോഴേക്കും നമ്മൾ പ്രാഗിലേക്ക് കിടന്നപ്പോൾ ഇങ്ങനെ മറ്റേ പ്രാഗും ജർമ്മൻ തമ്മിലുള്ള ആ ഒരു ബോർഡറിൻ്റെ ടൈമിൽ അത്ര സ്നോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പിള്ളേരും എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്തു അങ്ങനെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവസാനം പ്രാഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു കേട്ടോ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നു. നമുക്ക് അതിനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 1 ഡേ ട്രിപ്പായിട്ട് പോയതാണ്. ഇതാണ് നമ്മുടെ പ്രാഗ് സിറ്റി. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വഴി അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം കറങ്ങണം. അത് പ്രാഗിൽ നിന്നല്ല ജർമ്മനിലായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ടത് ഈ സിറ്റിയിൽ ഫുള്ളും നമുക്ക് ഇങ്ങനത്തെ കുറേ വിൻറ്റേജ് ടൈപ്പ് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സിറ്റി ടൂർ നടത്താനാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ജർമ്മനിയിലാണെങ്കിൽ ഒരു സിറ്റി ടൂർ നടത്താൻ വേണ്ടിയിട്ട് ഓരോ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെയാണെന്ന് തോന്നണം കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് എന്തോ ഇങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് നമ്മുടെ ആസ്ട്രോണമിക് ക്ലോക്കാണ്. എല്ലാവർക്കും ഫേമസ് ആയ ആസ്ട്രോണമിക് ക്ലോക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിരുന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. സൺഡേ ആണെങ്കിൽ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.
എല്ലാവരും തലനൊക്കെ കണ്ടിട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ട നല്ല സ്വീറ്റ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും നമുക്ക് കാണുമ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടിരുന്നു, അങ്ങനത്തെ ആ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയൊരു മാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാളിൻ്റെ പുറത്ത് ഇതേ ക്രിസ്മസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു റെഡ് കളർ റിബൺ പോലത്തെ ടൈപ്പിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബട്ടർഫ്ലൈ ആണെങ്കിൽ നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തെത്തിയേക്കുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഹെഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫേമസ് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, മറന്നു, എന്തോ ഫ്രാൻസ് അങ്ങനെ എന്തോ പേര്, തന്നെ മറന്നു പോയിട്ടോ പേര്. അപ്പോൾ ആളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് അങ്ങനെ പണിതേക്കണം. എൻ്റെ ഇത്രയും മിനിറ്റ് വിടുമ്പോൾ അങ്ങനെ എന്തോ റൊട്ടേറ്റ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതും ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അതും കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. പിന്നെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. തണുപ്പാണെങ്കിലും നമുക്ക് സഹിക്കാം, പക്ഷെ കാറ്റ് വരുമ്പോൾ നമുക്ക് പറ്റണില്ലായിരുന്നു. പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടു. തണുത്തിട്ട് ഒരു പരിവായെല്ലാവരും, നല്ല കാറ്റാണ്. കാറ്റ് ആണെങ്കിലും ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായി അവശതയൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അത് നോക്കിയിങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് അതിനടുത്തുള്ള ഒരു വലിയൊരു മോൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു മോളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ മോളിൽ കയറിയിരുന്നു കേട്ടോ. ഉണ്ട് ഫുൾ തിരക്കാണ്. സൺഡേ ആണെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ മാത്രമാണ് സൺഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ചെക്കിലൊക്കെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ സൈലൻസ് അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അണ്ട് ഇത് അവിടുത്തെ ഒരു ചെറിയ നമ്മുടെ ഇവിടുത്തെ എസ് ബാൻ ഉബാൻ അതേപോലത്തെയൊക്കെ വണ്ടികളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രാത്രി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് പോയപ്പോൾ രാവിലെയാണ് നമ്മൾ പാലസ് കണ്ടത്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് അന്ന് തന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ രാത്രി പോയി പാലസൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് പാലസൊക്കെ കാണാനായിട്ട്. ഇതേ കണ്ടോ, ആ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. പക്ഷേ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് ആ ബാലൻസ് കാണാനായിട്ട് പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് പോകും. പക്ഷെ നമുക്ക് ഇതിന് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നല്ല പാടായിരുന്നു. ഇതുകൊണ്ട് അവിടുത്തെ ഒരു ചെറിയൊരു ബസ്സായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതേ നടന്ന് ഇങ്ങനെ പോവുകയാണ്. നമ്മളങ്ങനെ അവസാനം പാലസ് എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ പാലസൊക്കെ എത്തി. ഇതാണ് പാലസിൻ്റെ സെൻറ്ററാണ് കേട്ടോ, നടുക്ക് തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ലൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വ്യൂ. അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെ ആയിരുന്നേ. ഇതായിരുന്നു പുറത്തെ വ്യൂവും കാര്യങ്ങളും. ലൈറ്റ്സ് ഇട്ട് അതിന് നെയിം ഉണ്ടാവണം പാലസ് ഇങ്ങനത്തെയൊക്കെ ഇതുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാലസും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും പിറ്റേ ദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലസ് കണ്ടിയും തിരിക്കരുത് കേട്ടോ. പിള്ളേർ സെറ്റുകളൊക്കെ അവിടെ ഇരുന്നിട്ട് അവർക്കാണെങ്കിൽ പോരണ്ടെന്നുള്ളൂ. കാരണം അവരിങ്ങനെ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഒന്നൊരു ഇതായി വന്നോളൂ, അപ്പോഴേക്കും പോരേണ്ട അവസ്ഥയിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് എല്ലാത്തിനും വിശക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പയ്യനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെയും 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നല്ലോ.